ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് തറയിൽ നിൽക്കാൻ പറ്റിയിട്ടില്ലാത്തൊരു ദിവസമായിരുന്നു. രാവിലെ എണീച്ചപ്പോൾ മുതൽ ഉറങ്ങണ വരേക്കും നമ്മൾ ബിസിയായിട്ടുണ്ടായിരുന്ന ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഇന്ന് നമ്മൾ വല്യമ്മയുടെ വീട്ടിലാണ് പോകുന്നത്. അവിടെ ചെറിയൊരു ഫങ്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മളെ വിളിച്ചിരിക്കുന്നു, നമുക്കതിന് പോകണം. പിന്നെ വാവേനെയും കൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം. അവൾക്ക് ചെറിയൊരു പനിയുണ്ട്. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് വേണം വല്യമ്മയുടെ വീട്ടിലോട്ട് പോകാൻ. അത് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് വേണം നമുക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. അപ്പോൾ അവളുടെ റിസപ്ഷൻ നമുക്ക് പോകണമായിരുന്നു. അപ്പോൾ അത് വൈകിട്ട് പോകണം. അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങളുടെ വീട്ടിലോട്ട് പോകാനായിട്ട്. ഇതിപ്പോൾ 3 മാസം വരയ്ക്കും ഡെലിവറി കഴിഞ്ഞിട്ട് 3 മാസം വരയ്ക്കും അമ്മയുടെ കൂട്ടത്തായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകുന്ന ഇതും ഇന്നത്തെ ദിവസം തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ബിസി ഡേ ആയിരുന്നു ഇന്ന്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് റെഡിയായി ഞങ്ങൾ വാവിനെയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് വന്നു, കാണിച്ചു. അതൊക്കെ കഴിഞ്ഞ് മരുന്നൊക്കെ മേടിച്ച് നമ്മൾ ഇറങ്ങിയിട്ട് ഊബറിലായിരുന്നു വെള്ളായണിയിൽ പോയേ. വെള്ളായണിയിലാണ് എൻ്റെ വല്യമ്മയുടെ വീട് വരുന്നത്. അവിടെ കായലിൻ്റെയൊക്കെ ഏതാണ്ട് അടുത്തിട്ടൊക്കെ വരും വല്യമ്മയുടെ വീട്. ഞാനും അനിയനും അമ്മയും വാവയും കൂടെ ആയിട്ടാണ് വല്യമ്മയുടെ വീട്ടിൽ പോയത്. അപ്പൂപ്പൻ 2 ദിവസം മുന്നേ തന്നെ വല്യമ്മയുടെ വീട്ടിൽ വന്നായിരുന്നു. പിന്നെ ചേട്ടന് വർക്കുള്ളത് കാരണം ചേട്ടന് വരാൻ പറ്റിയിട്ടില്ല. വർക്കും ഇവരുടെ വല്യമ്മയുടെ വർക്ക് തന്നെ ആയിരുന്നു ചേട്ടന് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും വരാൻ പറ്റില്ലായിരുന്നു. ചേച്ചിയുടെ എൻഗേജ്മെൻറ്റിൻ്റെ ആൽബം നമുക്ക് കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് അത് കാണാനുള്ളൊരു സമയം കിട്ടിയത്. അപ്പോൾ ഈ ഒരു ഫോട്ടോസ് എൻ്റെ ഫാമിലിയാണ്. ഇതിന് തൊട്ട് മുകളിലുള്ളത് എൻ്റെ മൂത്ത വല്യമ്മയുടെ ഫാമിലിയാണ്. പിന്നെ ഈ ഒരു പച്ച ബ്ലൗസ് വിഷ്ണു ചേട്ടൻ്റെ അമ്മയാണ്. വിഷ്ണു ചേട്ടൻ ആരാന്ന് വെച്ചാൽ എൻ്റെ പൂജ ചേച്ചീൻ്റെ ഫിയാൻസി ആയിരുന്നു. പിന്നെ ഞങ്ങൾ ആൽബമൊക്കെ കാണിച്ചു കൊടുത്തിരുന്ന. ഇപ്പോൾ ചേട്ടൻ്റെ ഫാമിലിയും ആൽബമൊന്നും കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെ ആൽബമൊക്കെ എല്ലാവർക്കും കാണിച്ചു കൊടുത്ത്. പിന്നെ വല്യച്ഛൻ അവിടെ ഒരു ഫിഷ് ഫാം ഉണ്ട്. അപ്പോൾ അതെല്ലാം എല്ലാവരും വന്ന് നോക്കിക്കൊണ്ടൊക്കെ നിൽക്കുകയാണ്. പിന്നെ നമ്മളും പോയി നമ്മളെപ്പോഴും പോകുമ്പോൾ ചുമ്മാ അവിടെയൊക്കെ പോയി കാണാറുണ്ട്. അങ്ങനെ ഇപ്പോഴും നമ്മൾ പോയി കണ്ടു. പിന്നെ കുറച്ച് മീനിനെ ഞാനും എൻ്റെ വീട്ടിലത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ കായലിൽ പോയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, വീടിൻ്റെ തൊട്ടടുത്താണ് കായൽ. അപ്പോൾ ടെറസിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് കായൽ കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും വെള്ളായണിയിൽ വല്യമ്മയുടെ വീട്ടിൽ വരുമ്പോൾ നമ്മൾ കായലിലും പോകാറുണ്ട്. അങ്ങനെ ഈ നല്ല വെയിലുള്ള സമയത്ത് തന്നെ നമ്മൾ കായലിൽ പോയായിരുന്നു. അങ്ങനെ ആ ഒരു ചെളി പിടിച്ച് കിടന്ന തറയിൽ കൂടെ ചറുക്കിയടിച്ച് വീഴാതെ എങ്ങനെയൊക്കെയോ നമ്മൾ കുറച്ച് ഓലയൊക്കെ കൊണ്ടിട്ടിട്ട് നമ്മൾ പോയായിരുന്നു. പോണ വഴിക്ക് എൻ്റെ ചെരുപ്പും പൊട്ടി, ആ ചെളിയിൽ ചറുക്കി. പിന്നെ എങ്ങനെയൊക്കെയോ ആണ് നമ്മൾ തിരിച്ച് വീടെത്തിയത്. കുറച്ച് ഫോട്ടോസ് എടുക്കണമെന്നൊക്കെ കരുതി പോയതായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, നല്ല വെയിൽ കാരണം നമുക്ക് ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. കുഞ്ഞിനെയും കൂടെ വെച്ചുകൊണ്ട് നിന്നതിൽ അവൾക്ക് വെയിൽ കൊള്ളാതിരിക്കാൻ തന്നെ മാക്സിമം നമ്മൾ ശ്രമിച്ചപ്പോൾ കുട പിടിക്കണം, അവളെ പിടിക്കണം, ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അങ്ങനെ പിന്നെ നമ്മൾ അങ്ങനെ അധികം ടൈം വേസ്റ്റ് ആക്കിയില്ലായിരുന്നു. ഞങ്ങൾ വന്നതുപോലെ തന്നെ ആ സ്പീഡിന് തിരിച്ച് വീട്ടിലോട്ട് പോയി. ഞാൻ കുഞ്ഞായിരുന്ന സമയത്തൊക്കെ ഇവിടെ താമരയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ വന്നപ്പോൾ താമരയും ഇല്ല, കായലിൻ്റെ രൂപമേ മാറിയായിരുന്നു. മറ്റേ വയലിൽ നെല്ല് പൊടിച്ച് നിൽക്കണ പോലെയാണ് ഫുള്ളും. കായലിലെ വെള്ളമേ കാണാനില്ല. പിന്നെ ഞങ്ങൾ വീടെത്തി ഒരു അരമണിക്കൂറിൽ തന്നെ ചേട്ടൻ്റെ ഫാമിലി തിരിച്ച് വീട്ടിലോട്ട് പോയായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് വൈകിട്ട് ഒരു കല്യാണം ഉള്ളതുകൊണ്ട് ഞങ്ങളും ലേറ്റായില്ല, ഞങ്ങളും പെട്ടെന്ന് ഇറങ്ങി. പിന്നെ ചേട്ടൻ വന്നാലേ ഇനി അടുത്ത വൈകിട്ടത്തെ കല്യാണത്തിന് പോകാനും പറ്റൂ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞതും അവിടെ നിന്ന് ഇറങ്ങി. വല്യച്ഛൻ തന്നെയാണ് ഞങ്ങളെല്ലാവരെയും കൂടെ കൊണ്ട് വീട്ടിലാക്കി തന്നെ. അപ്പൂപ്പനും കൂടെ ഉണ്ടായിരുന്നു നമ്മളെ കൂടെ. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. പിന്നെ അടുത്ത് റെഡിയായി കല്യാണത്തിന് പോയി. പക്ഷേ അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കൂടെ 10th പഠിച്ചിരുന്ന ഫ്രണ്ട്സ് എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. നമുക്കൊരു ഗെറ്റ് ടുഗദർ വെച്ചതുപോലായിരുന്നു നമ്മളെല്ലാവരെയും കണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ വാവ കരയണത് കാരണം എനിക്ക് മാത്രമേ ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ, ചേട്ടന് കഴിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വരണ വഴിക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ചേട്ടൻ മാത്രം ഫുഡ് കഴിച്ചായിരുന്നു. ഞാൻ കല്യാണത്തിൽ നിന്ന് കഴിച്ചതുകൊണ്ട് ചേട്ടൻ മാത്രം ഫുഡ് അവിടെ നിന്ന് കഴിച്ചുകൊണ്ട് തിരിച്ച് നമ്മൾ അമ്മയുടെ വീട്ടിലോട്ട് പോയി. അമ്മയുടെ വീട്ടിൽ വന്നിട്ട് കൂടുതൽ നേരം നിൽക്കാനൊന്നും നിന്നില്ല. ഇപ്പോഴേ തന്നെ ലേറ്റായി, ഒരു 9:30 ആയി കാണും.
അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാലരാമപുരത്തോട്ട് പോകണം. 3 മാസം കഴിഞ്ഞിട്ട് നമ്മൾ പോണത് കൊണ്ട് നല്ല ദിവസം നോക്കി തന്നെ പോകണമെന്നൊക്കെ കരുതി ഇനി എന്നെ പോയാലേ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ വൈകിക്കാതെ അപ്പൂപ്പൻ്റെ അടുത്തും അമ്മയുടെ അടുത്തൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ ഇറങ്ങണതിൽ എല്ലാവർക്കും നല്ല വിഷമമുണ്ടായിരുന്നു. ഇപ്പോൾ അപ്പൂപ്പനായാലും അമ്മയ്ക്കായാലും എനിക്കായാലും നല്ല വിഷമമായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.